ഗുരുശിഷ്യ കഥകൾ അരവിന്ദൻ എഴുതിയത് 5-ാം പതിപ്പ് പാഠം 5 ഗുരുശാപമേറ്റ കർണൻ. കൗരവർക്കും പാണ്ഡവർക്കുമൊപ്പം സൂതപുത്രനായ കർണനും ദ്രോണാചാര്യരുടെ ശിഷ്യനായി ഹസ്തിനപുരിയിൽ കഴിയുന്ന കാലം. ധനുർവിദ്യയിൽ അദ്വിതീയനായ അർജുനനെ നേരിടാൻ ബ്രഹ്മാസ്ത്രവിദ്യ ഗ്രഹിക്കണമെന്ന് കർണൻ മനസ്സിലുറപ്പിച്ചു. വത്സല ശിഷ്യനായ അർജുനന് ആചാര്യൻ ഏതാനും നാൾ മുമ്പ് ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു നൽകിയിരുന്നു. ബ്രഹ്മാസ്ത്രപ്രയോഗം തനിക്കും ഉപദേശിച്ചു തരണമെന്ന് ഒരിക്കൽ കർണൻ ഗുരുവിനോട് രഹസ്യമായി അപേക്ഷിച്ചു. ബ്രാഹ്മണർക്കും തപസ്വാധ്യായ നിരതരായ ക്ഷത്രിയർക്കും മാത്രമേ ബ്രഹ്മാസ്ത്രം ഉപദേശിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കർണനെ നിരുത്സാഹപ്പെടുത്തി. എപ്രകാരമെങ്കിലും ബ്രഹ്മാസ്ത്രം കൈവരിക്കണമെന്ന് കർണൻ തീരുമാനിച്ചുറച്ചു. മഹേന്ദ്രഗിരിയിൽ വസിക്കുന്ന ഭാർഗവരാമന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞാൽ വിദ്യാലാഭമുണ്ടാകും. ബ്രാഹ്മണർക്കു മാത്രം ധനുർവിദ്യ അഭ്യസിപ്പിക്കുന്ന രാമന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് കർണൻ മഹേന്ദ്രഗിരിയിലെത്തി. പരശുരാമന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് കർണൻ ആഗമനോദ്ദേശ്യം വെളിപ്പെടുത്തി. "നിന്റെ ഗോത്രമേത്?" പരശുരാമൻ ചോദിച്ചു. "ഭൃഗുവംശജനായ ഒരു ബ്രാഹ്മണനാണ് ഞാൻ. വിദ്യാലാഭത്തിനായി അങ്ങയെ തേടി എത്തിയതാണ്. എന്നെ ശിഷ്യനായി സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും." കളവാണ് പറഞ്ഞതെങ്കിലും കർണന്റെ വാക്കുകൾ വിശ്വസിച്ച് ശിഷ്യനായി സ്വീകരിക്കാൻ പരശുരാമൻ മടിച്ചില്ല. പലവിധ ആയുധവിദ്യകൾ അദ്ദേഹം കർണനെ ശീലിപ്പിച്ചു. ഒരിക്കൽ ആയുധധാരിയായി ആശ്രമപ്രാന്തത്തിൽ ചുറ്റിക്കറങ്ങുമ്പോൾ തപസ്വിയായ ഒരു ബ്രാഹ്മണന്റെ ഹോമധേനുവിനെ കർണൻ അമ്പെയ്തു കൊന്നു. പശ്ചാത്താപവിവശനായി കർണൻ പിന്നീട് ബ്രാഹ്മണനെ സമീപിച്ചു മാപ്പിരന്നെങ്കിലും ആ ബ്രാഹ്മണൻ കർണനെ ശപിക്കുകയാണുണ്ടായത്. "ആരെ ജയിക്കുവാനാണോ നീ ഉത്സാഹിക്കുന്നത് അവനുമായി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ നിന്റെ രഥചക്രം ഭൂമിയിൽ താണുപോകും. പകച്ചു നിൽക്കുന്ന നിന്റെ തല എതിരാളി എയ്തു തെറിപ്പിക്കും." ശാപമോക്ഷത്തിനിരന്ന കർണനോട് ബ്രാഹ്മണന് ദയയൊന്നും തോന്നിയില്ല. ക്ഷമായാചനം നടത്തിയ അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. കർണന്റെ ഗുരുഭക്തിയും സ്നേഹാദരങ്ങളും പഠനസാമർഥ്യവും കണ്ട് അവനിൽ കനിവ് നിറഞ്ഞ പരശുരാമൻ ബ്രഹ്മാസ്ത്രവിദ്യ പഠിപ്പിച്ചുകൊടുത്തു. ഒരിക്കൽ ആശ്രമവാടത്തിനരികിൽ കർണന്റെ മടിത്തട്ടിൽ തലവെച്ച് പരശുരാമൻ നിദ്രയിൽ മുഴുകുകയായിരുന്നു. അപ്പോൾ എവിടെ നിന്നോ എത്തിയ ഒരു ക്ഷുദ്രകീടം കർണന്റെ തുട തുളച്ച് രക്തം കുടിക്കാൻ ആരംഭിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ കർണൻ ഗുരുവിന് നിദ്രാഭംഗം ഉണ്ടാക്കരുതെന്ന് കരുതി ആ കൊടിയ വേദന സഹിച്ചു. മാംസം തുളച്ച് രക്തം കുടിക്കുന്ന കീടത്തിന്റെ ആക്രമണം രൂക്ഷമായപ്പോൾ രക്തം ധാരയായി ഒഴുകി ആചാര്യന്റെ ഉടലിലേക്ക് പടർന്നു. നനവ് തട്ടിയുണർന്ന ആചാര്യൻ എന്താണ് സംഭവിച്ചതെന്ന് കർണനോട് ആരാഞ്ഞു. കീടദംശനമേറ്റ വിവരം കർണൻ ഗുരുവിനോട് പറഞ്ഞു. കീടത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ശരീരം മുഴുവൻ രോമം നിറഞ്ഞ് 8 കാലുകളോടുകൂടിയ ആ കീടത്തിന്റെ ദംഷ്ട്രകൾ അതിതീക്ഷ്ണങ്ങളായിരുന്നു. ആ ജീവി ചോര കുടിച്ച് വീർത്തു വികൃതവുമായിരുന്നു. പരശുരാമന്റെ നോട്ടമേറ്റ ഉടനെ ആ ജീവി ചത്തുവീണു. പെട്ടെന്ന് ആകാശത്ത് ഒരു ഭീകരരൂപം പ്രത്യക്ഷപ്പെട്ടു. ദംശൻ എന്ന രാക്ഷസനായിരുന്നു അത്. പണ്ടൊരിക്കൽ ഭൃഗുമുനിയുടെ ഭാര്യയെ അപഹരിച്ചു കടന്നുകളഞ്ഞ ദംശനെ ക്രോഭിഷ്ഠനായ ഭൃഗു കീടമായി പോകട്ടെ എന്നു ശപിച്ചിരുന്നു. പശ്ചാത്തപിച്ചുകൊണ്ട് ശാപമോക്ഷത്തിനിരന്ന ആ രാക്ഷസന് പരശുരാമൻ മോക്ഷം നൽകുമെന്ന് പിന്നീട് മുനി അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. മോക്ഷപ്രാപ്തനായ ദംശൻ പരശുരാമനെ വന്ദിച്ച ശേഷം അപ്രത്യക്ഷനായി. പെട്ടെന്ന് കർണനു നേരെ തിരിഞ്ഞ പരശുരാമൻ ക്രോധത്തോടെ ചോദിച്ചു: "മൂഢനായ നീ ആരാണ്? ഇത്ര കടുത്ത വേദന താങ്ങാനും രക്തം വമിക്കുന്നത് നോക്കിയിരിക്കാനും ഒരു ബ്രാഹ്മണനു കഴിയുകയില്ല. ക്ഷത്രിയനു മാത്രമേ കഴിയൂ. നീ സത്യം പറയുക." കർണൻ പേടിച്ചു വിറച്ചു. "ഗുരോ, എന്നോട് ക്ഷമിക്കൂ. സൂതപുത്രനായ കർണനാണ് ഞാൻ. രാധേയൻ എന്ന് ജനങ്ങൾ വിളിക്കുന്നു. വിദ്യാലാഭത്തിനായി ഞാൻ അങ്ങയോട് കള്ളം പറഞ്ഞു. ഗുരുവും പിതാവും ഒന്നെന്നല്ലേ ശാസ്ത്രമതം. എന്നോട് ക്ഷമിച്ച് അങ്ങെനിക്ക് മാപ്പ് നൽകിയാലും." മണ്ണിൽ കിടന്ന് യാചിക്കുന്ന കർണനെ നോക്കി ആചാര്യൻ ശബ്ദമുയർത്തി: "അസ്ത്രലാഭത്തിനായി നീ എനിക്ക് മിഥ്യാശുശ്രൂഷ ചെയ്യുകയായിരുന്നു ഇതുവരെ. മൂഢനായ നീ നിനക്കു തുല്യം നിൽക്കുന്ന ശത്രുവിനോട് എതിർക്കുമ്പോൾ എന്നിൽ നിന്നു വരിച്ച ബ്രഹ്മാസ്ത്രവിദ്യ നിനക്ക് ഓർമ്മയില്ലാതെ വരും. അസത്യം പറഞ്ഞ നിനക്കിനി ഈ ആശ്രമത്തിൽ സ്ഥാനമില്ല. കടന്നുപോകുക. എങ്കിലും നിനക്കു തുല്യനായി മറ്റൊരു ക്ഷത്രിയൻ ഭൂമിയിൽ ഉണ്ടാകില്ലെന്നും അറിയുക."
വ്യാകുലചിത്തനായ കർണൻ ഗുരുവിനെ വന്ദിച്ച ശേഷം ആശ്രമത്തോട് വിട പറഞ്ഞ് ആത്മമിത്രമായ ദുര്യോധനന്റെ സമീപത്തേക്ക് പുറപ്പെട്ടു.